റാം നാരായൺ റാം. ഓം എന്നതിൽ എന്തോ പ്രത്യേകതയാണ് ഉള്ളത്. എല്ലാ ഭാഷകളും അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നാണ് ആഗ്രഹം. എന്നാൽ സമുദ്രം ആരും കുടിപ്പിക്കില്ലല്ലോ. ഓം എന്നത് ഒരു ശബ്ദസമുദ്രമാണ്. വിവിധ ഭാഷകൾ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ ഓം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. ഈ എല്ലാം എന്ത് ഭാഷയിലാണ് നടക്കുന്നത് എന്ന് ചിന്തിക്കുക. നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ബാറ്ററിയെ പോലെയുള്ള ശബ്ദം, അതാണ് നാദം. അതിനെ മന്ത്രമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബന്ധത്തിലുള്ളവർ, പേര് മാത്രമുള്ളവർ അല്ലാവർക്കെന്താണ് ചെയ്യുന്നത്? ഓം ഓം എന്ന ഈ ശബ്ദം ഏതളവിൽ ഒഴുകുന്നു, ആ നിലയിൽ ആ ശബ്ദത്തെ ഏത് ഭാഷയുമായി ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞാലോ നിങ്ങൾ അതുപോലെ ചെയ്യുക. ചിലർ ശ്വാസം എടുക്കുമ്പോഴും വിട്ടുപോകുമ്പോഴും, ചിലർ നടന്നുകൊണ്ടിരിക്കുമ്പോഴും, ചിലർ ജപമാല ഉപയോഗിച്ചും ഈ ജപം ചെയ്യുന്നു. ഓം എന്ന ശബ്ദം നിറയ്ക്കുമ്പോഴേക്കും എല്ലാം സാധിച്ചു പോകുന്നു. വെള്ളം കുടിക്കുമ്പോഴുള്ള ശബ്ദം അതേ ഓം ആണ്. ഈ ജപം ആസനത്തിലായിരിക്കുമ്പോഴും, പ്രാണായാമത്തിനിടയിലും, കീർത്തനത്തിനിടയിലും, തത്വചർച്ചയ്ക്കിടയിലും സ്വാഭാവികമായി നടക്കുന്നു. വ്യായാമം ചെയ്യുന്ന പോലെ ഇതും സംഭവിക്കുന്നു. ഒരു സ്പ്രിങ്ങിനെ പോലെ ഇത് നമ്മെ വലിച്ചെറിയുന്നു. അവസാനം ആ സ്പ്രിങ്ങിനെയും ആവശ്യമില്ല, അതിൻ്റെ അളവ് മാത്രം മതിയാകും. ഈ ശബ്ദം യന്ത്രത്തെ പോലെ വലിക്കപ്പെടുന്നു. ഒരു നിമിഷം, അതിനുശേഷം സ്വയം ലഭിക്കുന്നു. ലഭിച്ചതിന് ശേഷം ആ ശബ്ദം ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടാകും, അല്പം സർ ചേർക്കൂ. നിങ്ങൾ അതുപോലെ ചെയ്യുമ്പോൾ ഓം എന്ന ശബ്ദം സ്വദേഭാവത്തിൽ നടക്കാൻ തുടങ്ങും. ആകാശത്തിൽ വിമാനം പോകുന്നത് പോലെയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ വിമാനം ഈ ദിശയിൽ പോകണം എന്ന് പറയാൻ കഴിയും. ഇവിടെ ഇരുന്നവൻ തന്നെ വിമാനം പറത്തുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു.